കുറച്ച് നേരമായിട്ട് ഇവർക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് സംസാരിക്കാം. എന്താ ചേച്ചി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉഷ എന്നാണ്. ഞാൻ പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് 2018 പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് വീടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്കൽ ഞാൻ പോയി. അപ്പോൾ പറഞ്ഞു സ്ഥലം ഉണ്ടെങ്കിൽ വീട് തരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരുപാട് പേരെ സമീപിക്കുകയും സ്ഥലം കിട്ടാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാൾ നമ്മൾ ശ്രമിച്ചതിന് ശേഷം നമുക്കൊരാൾ സ്ഥലം തരികയും ചെയ്തു. അതായത് സ്ഥലമുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. സ്ഥലം തന്നു. സ്ഥലം തന്നിട്ട് തൃക്കാക്കരയിലുള്ള വത്സകുമാർ സാർ എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് സ്ഥലം തന്നത്. ആ സ്ഥലം തന്നു. അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ എൻ്റെ തന്നു. മുന്നാധാരം, കരവടത്തെ രസീത്. എനിക്കൊരു അബദ്ധം സംഭവിച്ച എന്നാന്ന് വെച്ചാൽ ഞാനത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തു ഇതിൻ്റെ ഡോക്യുമെന്റ്സ്. അപ്പോൾ സ്ഥലം വീട് തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പോയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ സ്ഥലം അപ്പോൾ എനിക്ക് ഈ സ്ഥലം തന്നെങ്കിലും ഞാൻ അതിനകത്ത് 3 പേരെ കൂടി ഉൾപ്പെടുത്തി ഒരു ഫ്ലാറ്റ് പോലെ പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പണിത് അങ്ങനെ ചെയ്യാമെന്ന് ഇവർ സമ്മതിച്ചു. ഞാൻ എന്നിട്ട് ഈ MLA ഓഫീസിലെ സെക്രട്ടറി ജോസഫ് എന്ന് പറഞ്ഞ ഒരാളെയും കൂടെ കൂട്ടി ഞാൻ ഈ വത്സകുമാർ സാറിൻ്റെ വീട്ടിൽ പോയി കുറേ പ്രാവശ്യം പോയതിന് ശേഷമാണ് അത് പ്രകാരം ഇവർക്ക് 4 പേർക്കും സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കാം എന്ന് ഈ പുള്ളി വത്സകുമാർ സാറിനോട് പറയുകയും ചെയ്തു. അപ്പോൾ അതും പ്രകാരം ഈ പുള്ളി ഞങ്ങൾക്ക് തരാമെന്നുള്ള വാക്കും ഞങ്ങൾക്ക് തരികയും ചെയ്തു. അപ്പൊ ഞങ്ങൾ 4 പെണ്ണുങ്ങളും കൂടി ഞങ്ങളത് ക്ലീൻ ചെയ്തു. ഈ പറമ്പ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഒരു മൂലവശം ഞങ്ങളത് സർവേക്കല്ലൊക്കെ ഇട്ട് അളന്നു എല്ലാം ഉണ്ട്. അപ്പൊ ഈ വഴിയുടെ ഒരു പ്രശ്നം വന്നുകൊണ്ട് അവിടെ എന്തോ ഒരു പ്രശ്നം വന്നുകൊണ്ട് ആ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് വത്സകുമാർ സാറ് സ്വന്തം കാശാല് 12 ലക്ഷം രൂപ മുടക്കി ഞങ്ങൾക്ക് പറയാട്, അതായത് പറവൂര് തന്നെ പറയാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് സ്ഥലം തന്നു. സ്ഥലം തന്നപ്പോഴത്തേന് ഈ പല്ലന്തുരത്തിലുള്ള കുറച്ച് കോൺഗ്രസ് ആൾക്കാരുണ്ട്, കോൺഗ്രസ് നേതാക്കൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരെല്ലാവരും കൂടെ ചെന്ന് വത്സകുമാർ സാറിന്റെ വീട്ടിൽ തൃക്കാക്കര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അന്നേരം തന്നെ എന്നോട് ആൾക്കാർ പറഞ്ഞു, ചേച്ചി ഇന്നപോലെ അവരും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ അരുണ ചേച്ചി ചോദിച്ചു, എന്താ അരുണ ചേച്ചി എന്നോട്? ചുരുക്കത്തിൽ നിങ്ങൾക്ക് ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഇപ്പൊ വസ്തു പുനർജനിയുടെ പേരിൽ എഴുതിയെടുത്തു. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു രാഷ്ട്രീയ ഇടപെടലോ ഇല്ലാതെ പോയി ചെന്ന് വാങ്ങിച്ച ഒരു സ്ഥലമാണ്. ഞാൻ പോയി അത് ശരിക്കും നിങ്ങൾ വത്സകുമാറിന്റെ സ്ഥലമാണോ? വത്സകുമാർ സാറ് കാശ് കൊടുത്ത് വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയത്? ഞങ്ങൾക്ക് വേണ്ടിട്ട് വാങ്ങി. അത് പുനർജനിക്ക് ഇപ്പൊ കൊടുത്തു. പുനർജനിക്ക് ഇവര് പോയി വീട് വെച്ച് കൊടുക്കാൻ. ആ സ്ഥലത്തിന് എന്തോ ചില ചതുപ്പിന്റെ സ്ഥലം ഉള്ളത് കൊണ്ടാണോ അത് പണി നടക്കാതെ? അല്ല, ചതുപ്പ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. ഇപ്പൊ ഒക്ടോബർ 30 ഇതിന്റെ പേരിൽ ഈ ഇലക്ഷൻ വരുമല്ലേ. എത്ര പേരാണ് നിങ്ങൾ ഇതിന്റെ കൂടെ ഉള്ളവരാണോ? അല്ല, പറവൂർന്ന് വന്നവരാണ്. പറവൂര് 25 വർഷമായിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു വികസനം അവിടെ നടന്നിട്ടില്ല. അതെ, ഈ യഥാർത്ഥത്തില് ഇദ്ദേഹത്തിന് ഈ വത്സകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് പുള്ളിക്കാരിക്ക് സ്ഥലം കൊടുക്കുകയാണ്. 12 ലക്ഷം രൂപ മുടക്കി സ്ഥലം വാങ്ങിക്കൊടുത്തിട്ട് ആ സ്ഥലം ഈ പുനർജനി പദ്ധതി ട്രസ്റ്റിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി അത് എഴുതി കൊടുത്തു. നമുക്ക് അന്വേഷിക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് അന്വേഷിച്ചിട്ട്, കാരണം മറുഭാഗം കൂടെ നമുക്കൊന്ന് കേൾക്കണമല്ലോ. എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് അന്വേഷിച്ചിട്ട് നമുക്ക് അതിനകത്ത് പറയാം. താങ്ക് യു ചേച്ചി, താങ്ക് യു.